അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അന്വേഷി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നറിയോ? ഡൽഹി ജുമാ മസ്ജിദ് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര. ഹോട്ടലിൽ നിന്ന് ഇതേ ഇറങ്ങിയിട്ടുണ്ട്. മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇന്ന് നമ്മൾ ജുമാ മസ്ജിദിൽ പോണത് മെട്രോയിലൂടെയാണ് കേട്ടോ. ഈ ജുമാ മസ്ജിദിൽ എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഡൽഹി മെട്രോ ആണ് കേട്ടോ. അതിലൂടെ യെല്ലോ ലൈൻ പിടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാന്ദിനി ചൗക്കിലെത്താം. അവിടുന്ന് ഒരു ഏകദേശം 500 മീറ്റർ നടക്കാണ്ട് നമ്മുടെ മസ്ജിദിക്ക്. നമ്മുടെ കൂടെയുള്ള ഫാമിലി മൊത്തം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുട്ടിപ്പട്ടാളം മൊത്തം അങ്ങനെ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് ആദ്യമായിട്ട് കയറുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഐഷുവും അച്ചുവും തമ്മിലുള്ള കോമാളിത്തരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. By thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായിട്ടുള്ള ഒരു മോസ്കാണ് ഡൽഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. 1644 56 കാലഘട്ടത്തിൽ മുഗൾ രാജാവായിട്ടുള്ള ഷാജഹാനാണ് ഇതിന്റെ പണി തീർത്തത്. ഇതൊരു നമസ്കാര പള്ളിയാണ്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം പള്ളികളിൽ ഒന്നാണിത്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ചാന്ദിനി ചൗക്കിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം ഏകദേശം 25,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ളൊരു പള്ളിയാണ് ഇത് ജുമാ മസ്ജിദ്. വാണിജ്യ വസ്തുക്കളുടെ റിയൽ എസ്റ്റേറ്റ് ഹോട്ട്സ്പോട്ടാണ് ചാന്ദിനി ചൗക്ക്. ചുവന്ന മൺകല്ലും മാർബിളും കൊണ്ടാണ് ഈ ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഉസ്താദ് ഖലീൻ ആണ് ഇതിന്റെ ആർക്കിടെക്ട്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 12 വർഷം എടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിന്റെ അവസാനം വരെ ചക്രവർത്തിമാരുടെ രാജകീയ പള്ളിയായിരുന്നു ജുമാ മസ്ജിദ്. 1857 കലാപത്തിനു ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇത് പിടിച്ചെടുക്കുകയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നത്രേ. എന്നിരുന്നാലും ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ തീരുമാനം മാറ്റുകയുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 3 കമാന കവാടങ്ങളുണ്ട്. ഈ മസ്ജിദിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 3 കമാന കവാടങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2 സുപ്രധാന ആക്രമണങ്ങളാണ് ജുമാ മസ്ജിദ് നേരിട്ടത്. 2006 അതുപോലെ തന്നെ 2010. 2006 ഒരു ബോംബ് സ്ഫോടനവും 2010 ഒരു വെടിവെപ്പും നടന്നിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തിയുടെ നിർബന്ധപ്രകാരം ഉസ്ബെക്കിസ്ഥാനിലെ ഇമാമാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 25,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളിയാണ് ഇത്. ഈദിലും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ നിറയെ ആളുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ.